അതിവേഗം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മിഡിൽ ക്ലാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാനാണ് മോദിയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം 5% അതിധനികരും 95% ദരിദ്രരും മാത്രമുള്ള ഒരു നോൺ ബയോളജിക്കൽ രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയൊക്കെ ഇന്ത്യയിലെ മധ്യവർഗത്തെ ഞെക്കിപ്പിഴിഞ്ഞ് അവരുടെ ജീവിതം ദുരിതമാക്കാമെന്ന് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോദിയും കൂട്ടരും. ദിനം പ്രതിയാണ് പുതിയ പുതിയ ടാക്സുകൾ മധ്യവർഗത്തിന്മേൽ അവർ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ ഏറ്റവും പുതുതായി പോപ്കോണിന്മേൽ 18% വരെ GST ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഒട്ടും നൈർമല്യമില്ലാത്ത നിർമ്മല. അതുപോലെ തന്നെ യൂസ്ഡ് കാറുകളുടെ വിൽപ്പനയിന്മേൽ ഓൾറെഡി ഉണ്ടായിരുന്ന 12% എന്ന ഭാരിച്ച നികുതി 18%ത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ്. വളരെ വിചിത്രമായ രീതിയിലാണ് GST കൗൺസിൽ പോപ്കോണിന്മേൽ നികുതി ഏർപ്പെടുത്താൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത റെഡി ടു ഈറ്റ് പോപ്കോണിന് 5% GST, പ്രീപാക്ക് ചെയ്ത പോപ്കോണിന് 12% GSTയും കാരമൽ പോപ്കോണിന് 18% GSTയുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 3 വ്യത്യസ്ത സ്ലാബുകളിലുള്ള GST ഒരേ പ്രോഡക്റ്റിന്. ഉപ്പ് മാത്രം ചേർത്താൽ 5%, ഉപ്പ് മാത്രം ചേർത്ത് പാക്കറ്റിലാക്കിയതിനാണെങ്കിൽ 12%, ഇനി കാരമലൈസ്ഡ് ചെയ്തതിന് 18%. ഇതുപോലെ വിചിത്രമായ ടാക്സേഷൻ രീതി ലോകത്ത് ഇന്ത്യയിലല്ലാതെ ഒരിടത്തും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ യൂസ്ഡ് കാറുകളുടെ വിൽപ്പനയ്ക്ക് ഇപ്പോൾ തന്നെയുള്ള കനത്ത 12% GST 18%ആയി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആരാണ് യൂസ്ഡ് കാറുകൾ വാങ്ങുക? തീർച്ചയായും ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ആണ് പുതിയ കാറുകൾ വാങ്ങാതെ യൂസ്ഡ് കാറുകൾ വാങ്ങുക. അതേസമയം കോർപ്പറേറ്റ് നികുതി ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ്. ഇത് ആദ്യമായി കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ടാക്സിനേക്കാൾ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സ് ആണ് ഇന്ത്യയിലുള്ള മൊത്തം ടാക്സ് വരുമാനത്തിന്റെ വലിയ ഭാഗവും. മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2014 ഏകദേശം 50,000 കോടി രൂപ മാത്രം കടമുണ്ടായിരുന്ന ഇന്ത്യ ഇപ്പോൾ അതിന്റെ 4 ഇരട്ടിയിലധികമായി 205 ലക്ഷം കോടി രൂപയുടെ കടവുമായാണ് നിൽക്കുന്നത്. വെറും 10 വർഷം കൊണ്ടാണ് ഇന്ത്യയുടെ കടം 4 ഇരട്ടിയായി വർദ്ധിച്ചത്. ഈ വർദ്ധിച്ച കടമെടുപ്പാണ് ഒരു ദാക്ഷിണ്യവുമില്ലാതെ സാധാരണക്കാരുടെ മേൽ ഇത്ര വലിയ നികുതി ഏർപ്പെടുത്തേണ്ട അവസ്ഥയുണ്ടാക്കിയിരിക്കുന്നത്. മോദി ഗവൺമെന്റിന് പണമില്ല, എത്ര കിട്ടിയാലും തികയുന്നില്ല. അതിനാൽ വീണ്ടും വീണ്ടും ജനങ്ങളുടെ മേൽ കനത്ത നികുതി ഭാരമാണ് അടിച്ചേൽപ്പിക്കുന്നത്. അവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇങ്ങനെ ചെയ്യാൻ കാരണം ജനങ്ങൾ വീണ്ടും വിചാരമില്ലാതെ ഈ കഴിവുകെട്ടവരെ തന്നെ തെരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ്. ജനങ്ങൾ ശ്വസിക്കുന്ന ഓക്സിജന് വരെ ടാക്സ് ഏർപ്പെടുത്താൻ ഇവർ മടിക്കില്ല. ഇതിന് നിർമ്മല സീതാരാമന്റെ ന്യായീകരണം വളരെ വിചിത്രമാണ്. From the morning there's a lot of speculation in the media and as a result there's a lot of speculation in the social media. अरे popcorn के ऊपर भी डाल रहे हैं tax. മീഡിയയും ഇതിനെക്കുറിച്ച് വളരെയേറെ ഊഹാപോഹങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അതേ കാരണത്താൽ സോഷ്യൽ മീഡിയയിലും വളരെയേറെ സ്പെക്കുലേഷനുകളാണ് പ്രചരിക്കുന്നത്. പോപ്കോണിന് വരെ നികുതി ഏർപ്പെടുത്തുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഇവർ ഈ പറയുന്നത് കേട്ടാൽ പോപ്കോണിന് നികുതി ഏർപ്പെടുത്തും എന്ന് പറയുന്നത് തെറ്റായ പ്രചരണം ആണ് എന്നായിരിക്കും പറയാൻ പോകുന്നത് എന്ന് തോന്നും. ഇനി തുടർന്ന് കേട്ടുകൊള്ളൂ. मैं मीडिया से हाथ जोड़कर रिक्वेस्ट करती हूँ, ये पूरे प्रेस मीट हम करते हैं हर GST काउंसिल के बाद और टैक्स ऐसे विषय है जिसमें बहुत लेयर्स होता है. कोई आंख बंद करके टैक्स लगाते भी नहीं है और आंख बंद करके हटाते भी नहीं है. पूरे विषय समझने के बाद प्लीज आपके मीडिया में चलाइए पॉपकॉर्न के ऊपर टैक्स. ഞാൻ മീഡിയകളോട് കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, ഓരോ GST കൗൺസിലിന് ശേഷവും ഞങ്ങൾ പൂർണ്ണമായ പ്രസ് മീറ്റ് നടത്താറുണ്ട്. ടാക്സ് എന്ന് പറയുന്നത് പല ലേയേഴ്സ് ഉള്ള ഒരു വിഷയമാണ്. കണ്ണടച്ച് ഏർപ്പെടുത്താവുന്ന ഒന്നല്ല, അതുപോലെ കണ്ണടച്ച് പിൻവലിക്കാൻ കഴിയുന്നതുമല്ല. കാര്യം മൊത്തം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം मीडिया वार्ता കൊടുത്തു. मैं इसका पूरे पृष्ठभूमि आपके सामने रखना चाहती हूँ. सॉल्टेड पॉपकॉर्न, कैरामलाइज्ड पॉपकॉर्न, प्लेन पॉपकॉर्न, ऐसे स्टेट्स हैं जहां नमकीन के नाम में पॉपकॉर्न सॉल्टेड भी सेल होता है कि नहीं? नमकीन है वो, मगर जब पॉपकॉर्न सॉल्टेड सिर्फ नहीं है, उसमें कैरामलाइज्ड पॉपकॉर्न भी मार्केट में आता है एडेड शुगर के साथ. एडेड शुगर के चीज हर एक में रेट एक है, नमकीन के ऊपर रेट कम है. सो कैरामलाइज्ड पॉपकॉर्न का ट्रीटमेंट के ऊपर सब लोग विस्तार से चर्चा की. When you talk outside it looks silly. अरे पॉपकॉर्न के ऊपर इतना चर्चा चाहिए क्या? പോപ്കോണിന്റെ മുകളിൽ ടാക്സ് എന്നുള്ളതിന്റെ എല്ലാ വശവും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഉപ്പ് ചേർത്ത പോപ്കോൺ, കാരമലൈസ് പോപ്കോൺ, പ്ലെയിൻ പോപ്കോൺ. ഉപ്പ് ചേർത്ത പോപ്കോൺ വിൽക്കുന്ന സ്ഥലമുണ്ട്. എന്നാൽ പോപ്കോണിൽ ഉപ്പ് ചേർക്കുക മാത്രമല്ല, കാരമലൈസ് ചെയ്ത പോപ്കോണും ഉണ്ട്. പഞ്ചസാര ചേർത്തത്, പഞ്ചസാര ചേർത്ത എല്ലാത്തിനും
ടാക്സ് ഒരുപോലെയാണ്. ഉപ്പ് മാത്രം ചേർത്തതിന് റേറ്റ് കുറവാണ്. അതിനാൽ കാരമലൈസ് ചെയ്ത പോപ്കോണിനെ കുറിച്ച് എല്ലാവരും ചർച്ച നടത്തി. വെറുതെ പുറത്ത് സംസാരിക്കുമ്പോൾ ഇത് നിസ്സാര കാര്യമായിട്ട് തോന്നും. പോപ്കോണിന്റെ മേൽ നികുതി ഏർപ്പെടുത്തുന്നതിന് ഇത്ര വലിയ ചർച്ച ആവശ്യമുണ്ടോ എന്ന്. मगर हर आइटम के ऊपर फिटमेंट कमेटी में स्टेट्स भागीदारी लेकर चर्चा करने के समय वो क्लियरली बोलते हैं एडेड शुगर वाली चीज को तो हम ट्रीटमेंट अलग ही देते हैं, चाहे वो ड्रिंक हो, कार्बोनेटेड ड्रिंक हो, जूस हो जिसमें एडेड शुगर है. इसीलिए पॉपकॉर्न का ट्रीटमेंट में जब तक वो नमकीन है, सॉल्टेड है, मसाला एडेड है, चटपटा मसाला है, चिली पाउडर है, कुछ हो, सब 5%, am I right? 5%. But when it has added caramelized sugar, it is no longer नमकीन, इसीलिए उसका रेट अलग है. सो वो थोड़ा आपके प्रेस नोट में हम विस्तार से उसका एक्सप्लेनेशन दे रहे हैं. विषय को समझकर प्लीज जितने भी आपके मीडिया के द्वारा स्प्रेड करना है करिए. എന്നാൽ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തിയപ്പോൾ പഞ്ചസാര ചേർത്തതിനെ സെപ്പറേറ്റ് ആയി കാണണമെന്ന് ആവശ്യം ഉയർന്നു. അത് ഡ്രിങ്ക് ആയാലും കാർബണേറ്റഡ് ഡ്രിങ്ക് ആയാലും ജ്യൂസ് ആയാലും ഷുഗർ ചേർത്ത ഏത് സാധനം ആയാലും. അതിനാൽ ഉപ്പ് ചേർത്ത് അല്ലെങ്കിൽ മസാല ചേർത്ത പോപ്കോണിന് വെറും 5% ടാക്സേ ഉള്ളൂ. എന്നാൽ പഞ്ചസാര ചേർത്ത കാരമലൈസ് പോപ്കോൺ ആകുമ്പോൾ അത് ഉപ്പ് ചേർത്തതല്ല. അതിനാൽ അതിന്റെ റേറ്റ് വേറെയാണ്. അതുകൊണ്ട് ഈ പ്രസ് മീറ്റിലൂടെ നിങ്ങൾക്ക് ഞാൻ വലിയ ജ്ഞാനമാണ് ഇതിനെക്കുറിച്ച് നൽകിയത്. അതിനാൽ വിഷയം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ മീഡിയയിലൂടെ വാർത്തകൾ പ്രചരിപ്പിക്കാവൂ. സത്യത്തിൽ ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലായോ? നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോപ്കോണിൽ ഉപ്പ് മാത്രം ചേർക്കുമ്പോൾ 5%, കാരമലൈസ്ഡ് ചെയ്തതിന് 18% ടാക്സ് ഏർപ്പെടുത്തി എന്നാണ് നമ്മൾ പറഞ്ഞത്. അതേ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത് പോലെയല്ല അവർ വിശദീകരിച്ചു തരാം എന്നും പറഞ്ഞ് 2.45 മിനിറ്റ് കൊണ്ട് പറഞ്ഞത്. ഏതായാലും മോദിയും കൂട്ടരും ജനങ്ങളെ മിഡിൽ ക്ലാസിനെ നികുതി ഭാരത്താൽ ഇല്ലാതാക്കും. അതിനുശേഷം അതിന് ഒരു ന്യായീകരണവും പറയും. ഭക്തന്മാരെല്ലാം അതിൽ വളരെ സന്തുഷ്ടരാകും. ജനങ്ങൾ വീണ്ടും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് പോകും.